രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ച സംഭവമായിരുന്നു ജപ്പാൻ പേൾ ഹാർബറിൽ നടത്തിയ ആക്രമണം. അമേരിക്ക ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തവും ഇതുതന്നെ. ഈ പേൾ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് ഹവായ് ദ്വീപിലാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രകൃതി രമണീയത കൊണ്ടും നയനമനോഹരമായ കാഴ്ചകളാലും മനം മയക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപിൽ നിന്നും ആർജിക്കുന്ന അറിവുകളും മാനസിക ഉല്ലാസവും വീണ്ടും പുതിയ കാഴ്ചകൾ കാണാനുള്ള പ്രചോദനം നൽകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയല്ലാതിരുന്നിട്ടും അമേരിക്ക സഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ജപ്പാൻ നടത്തിയ പേൾ ഹാർബർ ആക്രമണം. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഈ പേൾ ഹാർബർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഹവായ് ദ്വീപിലെ ഓഹോ ദ്വീപിലാണ്. ഓഹോ ദ്വീപിലെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പേൾ ഹാർബർ തുറമുഖം ലക്ഷ്യമാക്കി ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര പുറപ്പെട്ടു. നഗരപ്രദേശത്തെ കാഴ്ചകൾ പിന്നിട്ട് ഞങ്ങൾ പേൾ ഹാർബർ തുറമുഖത്തെത്തി. 3 മണിക്കൂർ സമയമാണ് അവിടെ ചുറ്റിക്കാണാൻ ബസ് അധികൃതർ അനുവദിച്ചത്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ബസ്സിൽ തിരിച്ചെത്തുകയും വേണം. തിരികെ എത്താതിരുന്നാൽ യാതൊരു കാരണവശാലും ആരെയും കാത്തിരിക്കില്ലെന്നും വൈകിയെത്തുന്നവർ സ്വന്തം ചിലവിൽ തിരിച്ചു പോകണമെന്ന നിർദ്ദേശവും നൽകി. പ്രധാന കവാടത്തിലൂടെ അകത്ത് കടന്നു. ആദ്യം ഞങ്ങളെ നയിച്ചത് പേൾ ഹാർബർ ആക്രമണവുമായി ബന്ധങ്ങൾ മനോഹരമായ തുറമുഖം ചുറ്റിക്കണ്ടു. വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുവിവരങ്ങൾ ഹാർബറിൽ അതിമനോഹരമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. USS അരിസോണ മെമ്മോറിയൽ എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇവിടം സന്ദർശിക്കുന്നതിന് മുൻപേ രണ്ടാം ലോക മഹായുദ്ധവും അമേരിക്കയുടെ പങ്കാളിത്തവും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പസഫിക് മേഖലയിൽ ജപ്പാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നത് തടയുകയെന്ന ഉദ്ദേശത്തോടെയാണ് പസഫിക് കപ്പൽപ്പടയെ സാന്റിയാഗോയിൽ നിന്നും അമേരിക്ക ഹവായ് ദ്വീപിലേക്ക് മാറ്റിയത്. ഫിലിപ്പൈൻസിന് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ അവിടെയും കൂടുതൽ സൈന്യങ്ങളെ അമേരിക്ക വിന്യസിച്ചു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സിംഗപ്പൂർ അടക്കമുള്ള ഏതെങ്കിലും ബ്രിട്ടീഷ് കോളനി ജപ്പാൻ ആക്രമിച്ചാൽ അമേരിക്ക ഇടപെടുമെന്നും ജപ്പാന് ബോധ്യമായി. ചൈനയിൽ നിന്നും ജപ്പാൻ പൂർണ്ണമായും പിന്മാറണമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തെ ജപ്പാൻ ശക്തമായി എതിർത്തു. തുടർന്ന് ജപ്പാനിലെ ഹോണയ്യ മന്ത്രിസഭ രാജിവെച്ചു. അമേരിക്ക ജപ്പാനെതിരെയുള്ള ഉപരോധം അവസാനിപ്പിക്കുകയും ചൈനയ്ക്ക് നൽകുന്ന സഹായം നിർത്തിവെക്കുകയും തങ്ങൾക്ക് 38 ലക്ഷം ലിറ്റർ വിമാന ഇന്ധനം നൽകിയാൽ ഇൻഡോ ചൈനയിൽ നിന്നും ഭാഗികമായി പിന്മാറാമെന്ന് ജപ്പാൻ നവംബർ 20 അമേരിക്കയെ അറിയിച്ചു. ചൈനയിൽ നിന്നും ജപ്പാൻ നിരുപരാധികം പിന്മാറാതെ ചർച്ചയില്ലെന്നായിരുന്നു അമേരിക്കയുടെ ഉറച്ച നിലപാട്. ജപ്പാനും അമേരിക്കയുമായുള്ള ബന്ധം പൂർണ്ണമായും വഷളായതോടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ജപ്പാൻ. ജപ്പാന്റെ സംയുക്ത കപ്പൽപ്പടയുടെ മേധാവി യുദ്ധത്തിന്റെ എല്ലാ സന്നാഹത്തോടെയും നിരവധി യുദ്ധവിമാനങ്ങളുമായി ജപ്പാൻ നാവികപ്പട പേൾ ഹാർബറിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അരിസോണ എന്ന കപ്പലിന് മുകളിൽ തന്നെ സ്മാരകവും പണിതിട്ടുണ്ട്. ഞങ്ങൾ നേവിയുടെ ബോട്ടിൽ കയറി. സ്മാരകത്തിലെ കാഴ്ചകളും വേദനാജനകമായിരുന്നു. തകർന്നടിഞ്ഞ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ തെളിഞ്ഞു കാണാം. കൊല്ലപ്പെട്ട സൈനികരുടെ പേര് വിവരങ്ങൾ ചുമരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ നീണ്ടു കിടക്കുന്ന കപ്പലിൽ നിന്നും ഇപ്പോഴും ഓയിൽ നുരഞ്ഞു പൊങ്ങി വരുന്നു.
ഇത് മരിച്ച സൈനികരുടെ രക്തമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അമേരിക്ക ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തമാണ് പേൾ ഹാർബർ ആക്രമണം. വീരമൃത്യു വരിച്ച നാവികരുടെ ദയനീയത ഇവിടെ വിവരിക്കുന്നു. മരിച്ചവരിൽ 23ഓളം സഹോദരങ്ങളും 3ഓളം ഇരട്ട സഹോദരങ്ങളും ഉൾപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട ഒരു നേവി ഓഫീസർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ 2024 ഏപ്രിൽ മാസത്തിൽ ലൂയിസ് എ കൗണ്ടർ എന്ന ആ നാവികൻ 102ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഭീകരാക്രമണത്തിന്റെ ബാക്കി പത്രം നേരിൽ കണ്ട് മനസ്സിനേറ്റ മുറിപ്പാടുകളോടെ ഞങ്ങൾ കരയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ഈ ആക്രമണത്തിന്റെ പ്രതികാരം തീർക്കാൻ അമേരിക്ക വർഷങ്ങൾ കാത്തിരുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന വേളയിൽ ജപ്പാനെ പരാജയപ്പെടുത്തുക എന്നത് അമേരിക്കയുടെ ആവശ്യമായി മാറി. 1945 ജൂലൈ 26-ന് അമേരിക്ക, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പോർട്ട്ഡാമിൽ സമ്മേളിച്ച് ജപ്പാനോട് നിരുപാധികം കീഴടങ്ങുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ അന്ത്യശാസനം ജപ്പാൻ തള്ളി. എല്ലാവിധ തന്ത്രങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് എസ് ട്രൂമാൻ അനുമതി നൽകിയത്. അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജപ്പാൻ ചോദിച്ചു വാങ്ങിയ വിനയായിരുന്നു ഹിരോഷിമയിലും നാഗസാകിയിലും അമേരിക്ക വർഷിച്ച അണുബോംബ് സ്ഫോടനം. ജപ്പാന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയായും ചരിത്രകാരന്മാർ ഇതിനെ കാണുന്നു. ഇനി ഇത്തരം ആക്രമണമോ മറ്റൊരു മഹായുദ്ധമോ ഏറ്റെടുക്കുവാൻ ഈ പ്രപഞ്ചത്തിന് ഇനി സാധ്യമല്ല എന്ന ബോധം മനസ്സിൽ ഉൾക്കൊണ്ടു. കാരണം ശാസ്ത്രം അത്രമാത്രം വികസിച്ചിട്ടുണ്ട്. ഇനിയൊരു മഹായുദ്ധമുണ്ടായാൽ അതിൻ്റെ കെടുതികൾ ഭൂമിക്കും മനുഷ്യകുലത്തിനും താങ്ങാവുന്നതല്ല എന്ന ബോധം ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും സഹകരിക്കണമെന്ന് സവിനയം അപേക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.